ഈ സീരീസിലെ മെയിൻ ക്യാരക്ടറാണ് ബെല്ലി. പുള്ളിക്കാരി ഒരു ഹൈസ്കൂൾ ടീനേജറാണ്. ഇവൾ താമസിക്കുന്നത് ഇവളുടെ സഹോദരനായിട്ടുള്ള സ്റ്റീവിന്റെയും അമ്മയായിട്ടുള്ള ലോറലിന്റെയും കൂടെയാണ്. ലോറൽ ഒരു റൈറ്ററാണ്. 2 വർഷം മുമ്പേ ഇവര് ഡിവോഴ്സ്ഡും ആണ്. സോ കുട്ടികളെല്ലാം ലോറലിന്റെ കൂടെയാണ് താമസിക്കുന്നത്. കുട്ടിക്കാലം തൊട്ടേ ലോറൽ തന്റെ 2 കുട്ടികളെയും സമ്മർ വെക്കേഷനൊക്കെ ആകുമ്പോൾ 2 മാസത്തേക്ക് തന്റെ ബെസ്റ്റി ആയിട്ടുള്ള സൂസനയുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുമായിരുന്നു. ലൈക്ക് നമ്മളാണെങ്കിൽ അമ്മ വീട്ടിൽ പോകത്തില്ലേ, സോ അതുപോലാണ് ലോറല് 2 പേരെ എടുത്ത് സൂസനയുടെ വീട്ടിലോട്ട് ഏകദേശം 2-3 മാസത്തേക്ക് പോകുന്നത്. സൂസനയ്ക്ക് 2 മക്കളാണുള്ളത്. ഇവന്റെ പേര് കോണാർഡ് ഫിഷർ എന്നും ഇവന്റെ പേര് ജെറമിയ ഫിഷർ എന്നുമാണ്. എളുപ്പത്തിന് വേണ്ടി ഇവനെ ജെർ എന്ന് വിളിക്കാം. ലോറലിന് ഇവൾ ഉണ്ടായപ്പോൾ തന്നെ സൂസനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സൂസനയുടെ 2 മക്കളിൽ ഒരാൾക്കുള്ളയാണ് ഇവള് എന്ന്. സൂസനയ്ക്ക് 2 ആൺകുട്ടികളായതുകൊണ്ട് തന്നെ ബെല്ലിയെ ഭയങ്കര ഇഷ്ടമാണ് സൂസനയ്ക്ക്. അങ്ങനെ കസിൻസിലെ സൂസനയുടെ ബീച്ച് ഹൗസിലോട്ട് പോയാൽ ആകെ അവിടെ ഈ 4 പിള്ളേരും ആട്ടവും തിമിർപ്പുമാണ്. ഇവര് ആദ്യമായിട്ട് പോകുന്ന സമയത്തൊക്കെ ഈ 2 കൂട്ടരുടെയും അച്ഛന്മാര് ഒരു 3-4 ദിവസത്തേക്ക് വരും. എന്നിട്ട് 2 പേരും 2 പേരുടേതായിട്ടുള്ള വഴിയിലേക്ക് അവർ 2 പേരും പോകും. പിന്നീട് ഈ കുട്ടികളും അമ്മമാരും മാത്രം ഇവിടെ താമസിക്കും. സൂസനയുടെ ഹസ്ബൻഡ് ഒരു ബിസിനസ്മാൻ ആണ്. സോ ആ ഒരു വീട്ടില് എപ്പോഴും നമ്മുടെ സൂസനെയും കോണറും ജെറും മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ ബെല്ലിക്ക് അവളുടെ 12ാമത്തെ വയസ്സ് തൊട്ടേ കോണറിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൾ ഇതുവരെയും ആ ഒരു കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ടൈലറിന്റെ അടുത്ത് മാത്രമേ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് അവളും അവളുടെ ഫാമിലിയും സൂസനയുടെ വീട്ടിലോട്ട് പോകാനിരിക്കുകയാണ്. സോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനും പിന്നീട് സ്കൂളിലെ കുറച്ച് ഗോസിപ്സ് ഒക്കെ പറയാനും തന്നെ ടൈലർ അവളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ടൈലർ അവളോട് പറയുന്നുണ്ട്, നീ കഴിഞ്ഞ സമ്മറിനെ കാട്ടി ഇപ്രാവശ്യം നിനക്ക് കുറച്ചും കൂടെ സൗന്ദര്യം വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. തുടർന്ന് അവൾ പറയുന്നുണ്ട്, നിനക്ക് ഈ ഒരു സമ്മറിലെ വിഷയം ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നു. നമ്മുടെ ബെല്ലി പറയുന്നു, അങ്ങനൊന്നുമില്ല, എപ്പോഴത്തേം പോലെ തന്നെ അവിടെ പോകണം, തിമിർക്കണം, പിന്നീട് ഇവിടെ വരണം, അങ്ങനെയൊക്കെ തന്നെ ഉള്ളു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ടൈലർ ബെല്ലിയുടെ മനസ്സ് വായിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ ആഗ്രഹം ഇല്ല കോണറിന്റെ കൂടെ നല്ലതായിട്ട് മേക്കൗട്ട് ചെയ്യാനല്ലേ, അവന്റെ നാക്ക് നിന്റെ വായിൽ കിടക്കാനല്ലേ താല്പര്യം എന്നൊക്കെ ടൈലർ ഇവളോട് പറയുന്നു. 2 പേരും ഇതെല്ലാം കേട്ട് പരസ്പരം ചിരിക്കുന്നു. ചിലപ്പോൾ ഈ സമ്മറിൽ അങ്ങനെ പലതും നടന്നു വരും എന്നൊക്കെ ബെല്ലി ടൈലറിനോട് പറയുന്നുണ്ട്. അങ്ങനെ ലോറലും സ്റ്റീവും ബെല്ലിയും ബാഗെല്ലാം പാക്ക് ചെയ്ത് കാറിൽ കയറി സൂസനയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ തന്നെ ലോറല് 2 മക്കൾക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്, അവിടെ പോയ കുരുത്തക്കേടും അനാവശ്യങ്ങളൊന്നും കാണിച്ചു കൂട്ടരുത് എന്നൊക്കെ. സ്റ്റീവിനോട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നീ കഴിച്ച പാത്രം സിങ്കിൽ കൊണ്ടുവരണം, അതേ ടൈമിൽ തന്നെ നീ നിന്റെ പാത്രം മാത്രം കഴുകി വെക്കാതെ ആ സിങ്കിനകത്ത് കിടക്കുന്ന ബാക്കിയുള്ളവരുടെയും കൂടെ പാത്രം കഴുകി വെക്കണം, അല്ലെങ്കിൽ വളർത്തു ദോഷമാണെന്നേ പറയത്തോളൂ എന്നൊക്കെ ലോറല് 2 പേരെടുത്തും ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവരൊരു ഷോപ്പിൽ കയറുന്നുണ്ട്. കസിൻസിൽ തന്നെയാണ്. കസിൻസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു സ്ഥലമാണ്. അവിടെയാണ് സൂസനയുടെ ബീച്ച് ഹൗസ് ഉള്ളത്. സോ ഇവര് കസിൻസിൽ എത്തിയ സമയത്ത് അവിടുത്തെ ഒരു ഷോപ്പിൽ ഇവര് 3 പേരും കയറുന്നുണ്ട്. സ്റ്റീവ് കാറിന് ഡീസൽ അടിക്കാനും പിന്നീട് ആ ഗ്യാസ് സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ ബെല്ലിയും സാധനം മേടിക്കാൻ വേണ്ടി കയറുന്നുണ്ട്. അപ്പോഴേക്കും ആ കൗണ്ടറിൽ നിന്ന ചേർക്കൻ ഇവളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവളുടെ അടുത്ത് ചോദിക്കുന്നു, ഈ സമ്മർ സീസണിൽ കസിൻസിൽ ആദ്യമായിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പറയുന്നുണ്ട്, ഇല്ല, എല്ലാ സമ്മറിലും ഇവിടെ വരാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, ഇടയ്ക്ക് വെച്ച് കാണാം എന്നൊക്കെ ഇവളോട് ആ ചെറുക്കൻ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവർ 3 പേരും യാത്ര തിരിച്ച് സൂസനയുടെ വീട്ടിലെത്തുന്നു. അങ്ങനെ സൂസന്ന കാറിന് ശബ്ദം കേട്ടപ്പോഴേ ദാണ്ടെ അവരെത്തി എന്ന് പറഞ്ഞ് ജെറിനെയും കോണറിനെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ സൂസന്നയും ജെറും അങ്ങോട്ട് ഓടിയിരുന്നു. എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു. കാരണം ഇനി 2-3 മാസം നല്ല തിമിർപ്പാണല്ലോ. അങ്ങനെ ഇവര് വന്നതറിഞ്ഞ് നമ്മുടെ കോണറും ടൈലർ സ്വിഫ്റ്റിന്റെ ലവർ എന്ന സോങ് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിട്ട് പതിയെ നടന്നു വരുന്നുണ്ട്. സോ ഇവനെ ബെല്ലി കാണുന്നു, ബെല്ലി കോണർ കാണുന്നു. അങ്ങനെ 2 പേരുടെയും കണ്ണുകൾ ചെറുതായിട്ടൊന്ന് കുരുകുന്നുണ്ട്. പിന്നെ 2 പേർക്ക് എന്ത് സംസാരിക്കണം എന്നൊന്നും അറിഞ്ഞൂടാ. കോണർ ബെല്ലിയോട് ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് ഗ്ലാസ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ അത് മാറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. അത് മാറ്റി, ഇപ്പം ഗ്ലാസ് വെക്കാതെയാണ് എന്നെ കാണാൻ കൊള്ളാവുന്നത് എന്ന് ഇവള് കോണറിനോട് പറയുന്നു. അപ്പോഴേക്കും 2 അവന്മാര് സ്റ്റീവും ജെറും അങ്ങോട്ട് വന്നിട്ട്, ഇപ്പം കുറച്ച് സമയമായിരിക്കുന്നു, നമുക്ക് ഇവളെ കൊണ്ടുപോയി പൂളിലിടാൻ എന്നൊക്കെ പറഞ്ഞ് കോണറും ജെറും സ്റ്റീവും ബെല്ലിയെ എടുത്ത് ആ ഒരു പൂളില് കൊണ്ടുപോയി ഇടുന്നു. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇവന്മാര് ചെറുപ്പത്തിലെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പൂളിൽ വീണപ്പോൾ ഇവള് പറയുന്നു, ഇവളുടെ ആംഗിൾ ചെറുതായിട്ടൊന്ന് ട്രബിൾ ആയി, എന്നെ ആരെങ്കിലും ഒന്ന് പിടിക്കുമെന്ന് പറഞ്ഞ് കോണർ ഇവളെ പോയി പിടിക്കുന്നു. അപ്പോഴേക്കും ഇവള് കോണറിനെയും ആ ഒരു പൂളിലോട്ട് തള്ളിയിടുന്നുണ്ട്. 2 പേരും ചെറുതായിട്ട് തൊട്ടില്ല എന്ന രീതിയിലൊക്കെ പൂളിൽ നിൽക്കുന്നു. പിന്നീട് 2 പേരും ആ ഒരു വീടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ലോറലും സൂസനയും കൂടെ സംസാരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ബെല്ലി വരുന്നു. ബെല്ലിയെ കണ്ടിട്ട് സൂസന്ന ലോറലിന്റെ അടുത്ത് പറയുന്നു, ഇവള് കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലോറൽ പറയുന്നുണ്ട്, ഈ 4th നിന്റെ അച്ഛൻ വരുന്നുണ്ട് എന്നൊക്കെ. അപ്പോഴേക്കും ഇവള് പറയുന്നു, കഴിഞ്ഞ സമ്മറിൽ അച്ഛൻ വന്നിട്ടില്ലായിരുന്നല്ലോ, പിന്നെ എന്താണ് ഇപ്പോൾ വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, കഴിഞ്ഞ സമ്മറിലല്ലേ ഞങ്ങൾ 2 പേരും ഡിവോഴ്സ് ആയത്, സോ ആ ഒരു ഇഷ്യൂ കാരണമാണ് വരാത്തത്. ഇപ്രാവശ്യം ഈ ഒരു തവണ ഞങ്ങൾ 2 പേരും
ഗുഡ് ടേംസിലാണ്, നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സോ അദ്ദേഹം വരുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സോ അദ്ദേഹം വരുന്നുണ്ട് എന്നൊക്കെ ലോറൽ ഇവളോട് പറയുന്നു. അപ്പോഴേക്കും ബെല്ലി ചോദിക്കുന്നുണ്ട് സൂസനയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഫിഷർ എവിടാണ് എന്നൊക്കെ. സൂസന പറയുന്നുണ്ട് അദ്ദേഹം ലണ്ടനിൽ ഒരു ബിസിനസ് ട്രിപ്പിലാണ്, മിക്കവാറും അടുത്ത് തന്നെ അദ്ദേഹം വരുമായിരിക്കും എന്നൊക്കെ സൂസന ഇവളോട് പറയുന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ട് സൂസനയുടെ വീട്ടിലെ ഇവളുടെ മുറിയിലോട്ട് ഇവള് കയറി ചെല്ലുന്നു. പഴയതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, യാതൊരു മാറ്റവും ഇല്ല. ആ ഒരു സന്തോഷവും ചിരിയും സ്നേഹവും എല്ലാം ആ ഒരു വീട്ടിൽ തന്നെ ഇവൾക്ക് അനുഭവിക്കുന്നു, പണ്ടത്തെ കൂട്ടുകാരൻ. ബെല്ലി അവളുടെ റൂമിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ജെറു വരുന്നുണ്ട്. ജെറു പറയുന്നു, എടി നമുക്ക് കടലിലോട്ടൊക്കെ പോവാം, നീ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാൻ അവളോട് ആവശ്യപ്പെടുന്നു. അവൾ ആദ്യം വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അവൻ കുറച്ച് നിർബന്ധിച്ചപ്പോൾ അവള് അവന്റെ കൂടെ പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവള് അവനോട് പറയുന്നുണ്ട്, ഈ ഫോർത്തിന് എന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്ന കാര്യം നിനക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം അവൻ പറയുന്നു, ആ അറിയാം, എന്താണ് കുഴപ്പം, പുള്ളിക്കാരൻ കൂളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, എന്റെ അമ്മയുമായിട്ട് പുള്ളിക്കാരൻ ഡിവോഴ്സ്ഡ് ആണ്, പിന്നീട് പുള്ളിക്കാരൻ ഇപ്പൊ ഒരു ഗേൾ ഫ്രണ്ടും കൂടെ ഉണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്നൊക്കെ ജെറിന്റെ അടുത്ത് ഇവള് പറയുന്നുണ്ട്. അപ്പോൾ ജെറ് ഇവളോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം ലോറൽ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുവരെ ഇല്ല എന്ന് ഇവളും അവനോട് പറയുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് രണ്ടുപേരും കടലിലോട്ട് എത്തുന്നു. അവള് പറയുന്നു, ഇത്രയും നാള് ഞാൻ എണ്ണി ദിവസങ്ങൾ ഇരിക്കുകയായിരുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം ആസ്വദിക്കാനെന്ന് ഇവള് അവനോട് പറയുന്നുണ്ട്. ഇവൻ പറയുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് റേസ് വെച്ചാലോ, ആരാ കടലിൽ ആദ്യം എത്തുന്നേ എന്ന് നോക്കാം എന്നൊക്കെ ഇവൻ അവളോട് പറയുന്നു. അവള് പറയുന്നു, ഏട്ടാ നിനക്ക് നീളമുണ്ട്, എനിക്കിപ്പോ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നാക്കം കൊണ്ട് വായിട്ടില്ല. അവൾ അപ്പോഴത്തേക്കും അവരെ വിട്ടിച്ച് ഓടുന്നുണ്ട്. എടി കള്ളി എന്ന് പറഞ്ഞ് ജെറും അവളുടെ പുറകെ ഓടുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സൂസനെയും ലോറലിനെയാണ്. ലോറൽ അവിടുത്തെ ഒരു ടൗണിലെ ലൈബ്രറിയിലോട്ട് ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു ടൈമിൽ സൂസന പറയുന്നുണ്ട്, നീ എവിടെ പോകുന്നതെന്നൊക്കെ. അപ്പം ലോറൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. സൂസന പറയുന്നു, ഞാനും കൂടെ വരാം, എനിക്ക് ഇവിടുത്തെ കൺട്രി ക്ലബ്ബിൽ ഒന്ന് കയറണം എന്ന് പറയുന്നു. കസിൻസില് ഏതാണ്ട് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പേ വന്ന് താമസിച്ച ഫാമിലീസ് ഫോം ചെയ്ത ഒരു ക്ലബ്ബാണ് അവിടുത്തെ ആ ഒരു കൺട്രി ക്ലബ്ബ്. അവിടെയുള്ള മിക്കുള്ളവരും റിച്ച് ടീംസ് ആണ്, ഇൻക്ലൂഡിംഗ് സൂസന. അങ്ങനെ സൂസനയുടെ വണ്ടിയിൽ ലോറലും സൂസനയും ആദ്യം കൺട്രി ക്ലബ്ബിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു കൺട്രി ക്ലബ്ബിലെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ലോറൽ സൂസനയും കൂടെ കൂട്ടി ആ ഒരു ലൈബ്രറിയിലോട്ട് പോകുന്നു. പോയതിന്റെ കാര്യം എന്തെന്ന് വെച്ചാൽ ലോറൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ലോറൽ ആ ഒരു ലൈബ്രറിയിലോട്ട് വന്നിട്ടുള്ളത്. ആ ഒരു ടൈമിൽ തന്നെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ക്ലിവന്റ് എന്ന് പറഞ്ഞ ഒരു റൈറ്ററിനെയും നമ്മുടെ ലോറൽ പരിചയപ്പെടുന്നു. അങ്ങനെ വൈകുന്നേരം ആവുന്നു, കുട്ടികളും അമ്മമാരും ഡിന്നർ കഴിക്കാൻ വേണ്ടി ടേബിളിന്റെ മുന്നിലുണ്ട്. ആ ഒരു ടൈമിൽ സ്റ്റീവ് മൊബൈൽ നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും ലോറൽ പറയുന്നു, ഇനി നിന്റെ കയ്യിൽ മൊബൈൽ കണ്ട ഞാൻ പിടിച്ചു പറിച്ചത് തല്ലി പിടിച്ചു കളയും എന്നൊക്കെ പറയുന്നുണ്ട്. സൂസന പറയുന്നുണ്ട്, നിങ്ങളെ ഇവിടെ തന്നെ വിളിച്ചിരുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഫേസ് എല്ലാം ഒന്ന് കാണാനല്ലേ, അപ്പോൾ തന്നെ നിങ്ങൾ മൊബൈലൊക്കെ എടുക്കുക എന്നൊക്കെ വെച്ചാൽ ഇപ്പം ഫാമിലി ടൈം അല്ലേ. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ സ്റ്റീവ് കോണറിനോട് ചോദിക്കുന്നു, ഈ സമ്മറിൽ നിനക്ക് ഫുട്ബോൾ പ്രാക്ടീസ് ഒക്കെ ഇല്ലേ എന്നൊക്കെ. അപ്പോഴേക്കും അവൻ പറയുന്നു, ഞാൻ ഫുട്ബോൾ നിർത്തി, ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഞാൻ അങ്ങനെ ഫുട്ബോൾ പ്രാക്ടീസിനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ കേട്ടപ്പോഴത്തേക്കും സ്റ്റീവും ലോറലും പിന്നീട് ബെല്ലി ഷോക്കായി പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ അവന്റെ ലൈഫ് ടൈമിൽ ഏറ്റവും കൂടുതൽ അവൻ ഇഷ്ടപ്പെട്ട സ്പോർട്ട് ഫുട്ബോളാണ്. സോ അതിൽ നിന്ന് തന്നെ ക്വിറ്റ് ചെയ്തു എന്നൊക്കെ ആലോചിക്കുമ്പം അവന്റെ ഉള്ളിൽ എന്താണ് പോകുന്നത് എന്ന് അവർക്ക് എല്ലാവർക്കും ഡൗട്ട് അടിക്കുന്നു. പിന്നീട് ഇപ്രാവശ്യം തന്നെ കോണർ സന്തോഷവാനല്ല പഴയതിന്റെ കൂട്ട്, അവന്റെ മനസ്സിൽ എന്തോ കാര്യങ്ങൾ കിടപ്പുണ്ട്. പിന്നീട് ജെറു പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ആ ഒരു കൺട്രി ക്ലബ്ബിൽ ലൈഫ് ഗാർഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നീട് സ്റ്റീവും പറയുന്നുണ്ട്, സ്റ്റീവും ആ ഒരു കൺട്രി ക്ലബ്ബിൽ വെയിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് എന്ന് ഈ സമ്മറിൽ. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു സൂസന ഒരു കാർഡ് നമ്മുടെ ബെല്ലിയുടെ കയ്യിൽ കൊടുത്തിട്ടുള്ളത്. അത് ആ ഒരു കൺട്രി ക്ലബ്ബ് ഡെപ്യൂട്ടി ബാൾ എന്ന് പറഞ്ഞൊരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി അവൾക്കുള്ള ഇൻവിറ്റേഷൻ ആയിരുന്നു അത്. സംഭവം എന്തോന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കൺട്രി ക്ലബ്ബ് സ്ഥാപിച്ചത് എന്ന്. സോ ആ ഒരു ടൈമിൽ ഈ അവിടുത്തെ മിക്കുള്ള ഗേൾസും വയസ്സറിയിച്ച് പ്രായപൂർത്തിയായിട്ടുള്ള സമയത്ത് ആ ഒരു പെൺകുട്ടികളെല്ലാം സൊസൈറ്റിയുടെ മുമ്പിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. ലൈക്ക് ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നീട് കല്യാണം ആ ഒരു രീതിയിലായിരുന്നു അന്നത്തുള്ള വർഷങ്ങളിൽ പോയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ടൈമിൽ ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു രീതിയിലല്ല ഈ പെൺകുട്ടികളെല്ലാം പോകുന്നത്. പിന്നീട് അവർക്ക് ഹയർ സ്റ്റഡീസ് ജോബ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. സോ ആ ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് കൺട്രി ക്ലബ്ബ് ഈ ഒരു വർഷങ്ങളിലും ഡെപ്യൂട്ടി ബോൾ എന്ന് പറഞ്ഞ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിന്നറിന് ശേഷം നമ്മുടെ ബെല്ലി സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് ജസ്റ്റ് കുളിക്കാം എന്നൊക്കെ വിചാരിച്ച് പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു ഭാഗത്ത് കോണർ ഇരിക്കുന്നുണ്ട്. കോണർ ആ ഒരു ടൈമിൽ മരുവാന വലിക്കുകയായിരുന്നു. ഇവള് പറയുന്നുണ്ട്, നീ ഈ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, അത്ലറ്റുകൾ ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്തുകൂടാ എന്ന് നീ എന്റെ അടുത്ത് പറഞ്ഞിട്ട് നീ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. കോണർ പറയുന്നു, ഞാനിപ്പം ഒരു അത്ലറ്റ് അല്ലല്ലോ, അപ്പം എനിക്ക് എന്തുവേണമെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ ഓരോ ടൈമിൽ ഓരോ കാര്യങ്ങൾ പറയും. അതുപോലെ തന്നെ ഇപ്രാവശ്യം എനിക്ക് മരുവാനെ വലിക്കണമെന്ന് തോന്നി, എനിക്ക് ഫുട്ബോൾ ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ എന്നൊക്കെ അവളോട് ഇവൻ പറയുന്നു. പിന്നീട് അവൻ അവളോട് പറയുന്നുണ്ട്, നിനക്ക് ഈ ഡെപ്യൂട്ടി ബോളിനൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ, അതോ എന്റെ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ട് നീ ചുമ്മാ കയറി ചേർന്നയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അവള് പറയുന്നു, ജസ്റ്റ് എല്ലാ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ കയറി ചേർന്നയാണ് എന്നൊക്കെ ഇവള് അവനോട് പറയുന്നുണ്ട്. ആ ഡെപ്യൂട്ടി ബോളൊക്കെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളൊക്കെയാണ് എന്നൊക്കെ ഇവൻ ഇവളോട് പറയുന്നു. പക്ഷേ സാധാരണ
സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ള കോണർ ഇങ്ങനൊന്നും അല്ല അവളുടെ അടുത്ത് സംസാരിക്കുന്നത്. സോ അവൾക്കെല്ലാം ഡൗട്ട് അടിച്ച് ഇവനോട് ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് എന്തോ പറ്റി, സത്യം പറ, നിന്റെ മനസ്സിൽ എന്തോ കിടക്കുന്നത് എന്നൊക്കെ ഇവള് കോണറിന്റെ അടുത്ത് ചോദിക്കുന്നു. കോണർ അവന്റെ മനസ്സിൽ കിടക്കുന്ന സാധനങ്ങൾ ഇവളോട് പറയാൻ വന്നപ്പോഴത്തേക്കും മറ്റേ രണ്ടവന്മാര് അങ്ങോട്ടേക്ക് വരുന്നു, സ്റ്റീവും ചെറും. എന്നിട്ട് അവന്മാര് പറയുന്നുണ്ട്, എടാ നീ വരുന്നോ, ഞങ്ങൾ ബീച്ചിലോട്ട് പോവുകയാണ് എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടൊക്കെ തന്നെ കോണർ ഇവളോട് ആ കാര്യം പറയുന്നുമില്ല. അവൻ നേരെ ബീച്ചിലോട്ട് പോവുകയും ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ ഇവള് അവരോട് ചോദിക്കുന്നുണ്ട്, ഞാനും കൂടെ വന്നോട്ടെ എന്ന്. സ്റ്റീവ് പറയുന്നുണ്ട്, അമ്മയും സൂസനെയും നിന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഴയതുപോലെ തന്നെ മൂവിനേറ്റ് നടത്തുന്നുണ്ട്, മോൾ ഇവിടെ ഇരുന്നാൽ മതി, അച്ചാച്ചന്മാരെല്ലാം അങ്ങോട്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവന്മാര് മൂന്നുപേരും അങ്ങോട്ടേക്ക് പോകുന്നു. പക്ഷെ ബീച്ചിൽ പോകണം എന്നൊരു ആഗ്രഹത്തിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് ക്ഷീണമാണ്, ഞാൻ നേരത്തെ പോയി കിടക്കുകയാണ് എന്നൊക്കെ രണ്ടുപേരെടുത്തും കള്ളത്തരം പറഞ്ഞ് ഇവളും ബീച്ചിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇവള് ഇന്ന് രാവിലെ കസിൻസിലെ ആ ഒരു ഷോപ്പിൽ കണ്ട ആ ഒരു പയ്യനെ കാണുന്നു. എന്നിട്ട് അവന്റെ കൂടെ ഇവള് നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഈ ഒരു കാര്യങ്ങൾ സ്റ്റീവൻ കാണുന്നു. സ്റ്റീവ് ഇവളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, നീ എന്താണ് ഇവിടെയൊക്കെ ചെയ്യുന്നത്, നീ വീട്ടിലല്ലേ ഇരിക്കാൻ പറഞ്ഞത് എന്നൊക്കെ വന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഇവളുടെ അപ്പുറത്ത് നിന്ന് പയ്യൻ പറയുന്നുണ്ട്, അതൊക്കെ ചോദിക്കാൻ നീ ആരാ എന്നൊക്കെ അവനോട് ചോദിക്കുന്നു. അപ്പോഴേക്കും സ്റ്റീവ് പറയുന്നു, ഞാൻ അവളുടെ ബ്രദറാണ്, അവൾ 16 ആണ്, പീഡോ എന്നൊക്കെ ഇവന്റെ അടുത്ത് സ്റ്റീവ് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും സോറി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ സിസ്റ്ററും ബ്രദറും അല്ലേ, അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് സ്റ്റീവും ബെല്ലിയും അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ ബെല്ലി ജസ്റ്റ് വീഴുന്നു. ബെല്ലി വീഴുമ്പോൾ തന്നെ കോണർ വേറൊരു പെങ്കുച്ചിനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവള് കാണുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് കഴിഞ്ഞ വർഷം ഇവൻ ഡെബ്യൂട്ടി ബോളിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ ഇവന്റെ പേരായിരുന്നു ആ ഒരു പെങ്കൊച്ച് എന്ന്. അങ്ങനെ ഇവളെ കണ്ട് അങ്ങോട്ടേക്ക് ജെറും വരുന്നുണ്ട്. ജെറു പറയുന്നു, നീ വന്നതിൽ സന്തോഷം, എനിക്ക് നിന്നെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു, പിന്നീട് അമ്മമാര് സമ്മതിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ വിളിക്കാത്തത് അങ്ങനെ എന്ന് അവൻ ഇവളോട് പറയുന്നു. അപ്പോഴേക്കും ജെറിന്റെ കൂടെ വന്ന ആളുകളും അവനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ബെല്ലിയുടെ അടുത്ത് പറയുന്നു, എടി ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് ജെറ് അങ്ങോട്ട് പോകുന്നു. നമ്മുടെ ബെല്ലി അവിടെ തനിച്ചൊറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ ഒരു മൂവി എല്ലാം കണ്ടു തീർന്നിട്ട് നമ്മുടെ ലോറലും സൂസനയും അവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമില് സൂസന ലോറലിനടുത്ത് പറയുന്നുണ്ട്, ഇന്ന് കോണറും സ്റ്റീവും ജെറും കൂടെ ചേർന്ന് ബെല്ലിയെ പൂളിലോട്ട് ഇട്ടില്ലേ, ആ ഒരു ടൈമിലാണ് കോണറിന്റെ മുഖത്ത് ഞാൻ ഒരു സന്തോഷം കണ്ടത്. അവന് കുറച്ച് മാസങ്ങളായിട്ട് അവൻ്റെ ഉള്ളിൽ എന്തോ കാര്യങ്ങൾ കിടപ്പുണ്ട്, അത് കാരണമാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവൻ ഫുട്ബോളിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നു, പിന്നീട് അവന്റെ മുഖത്തൊരു സന്തോഷമില്ല, അവൻ അങ്ങനെ ആരോടും സംസാരിക്കാറില്ല, ആ ഒരു കാര്യങ്ങളൊക്കെ. തുടർന്ന് സൂസന പറയുന്നുണ്ട്, അവനും ഇപ്പം കുറച്ച് വലുതല്ലേ, അടുത്ത വർഷം അവൻ കോളേജിലോട്ട് പോവുകയാണ്. സോ ആ ഒരു ടൈമിൽ അവന് കുറച്ച് സ്പേസ് കൊടുക്കാമെന്ന് ഞാനും വിചാരിക്കുന്നു, അതുകൊണ്ടാണ് അവന്റെ കാര്യത്തിൽ കൂടുതൽ ഞാൻ ഇങ്ങനെ ഇൻവോൾവ് ചെയ്യാത്തത് എന്ന് സൂസന ലോറലിനോട് പറയുന്നുണ്ട്. ലോറല് സൂസനോട് പറയുന്നുണ്ട്, നീ കുട്ടികളുടെ അടുത്ത് എപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നൊക്കെ ലോറല് സൂസനയോട് ചോദിക്കുന്നു. ഇപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ഗവനിക്കുന്നില്ല, എന്റെ ആഗ്രഹത്തിന്റെ കൂട്ട് തന്നെ ഈ ഒരു സമ്മറും നമുക്ക് അടിച്ചു പൊളിക്കണം, അടുത്ത സമ്മറിൽ എല്ലാവരും പല വഴിക്കല്ലേ പോകുന്നത് എന്നൊക്കെ സൂസന്ന ലോറലിനോട് പറയുന്നുണ്ട്. അങ്ങനെ ബെല്ലി അവിടെ ഇരിക്കുമ്പോൾ അവളുടെ കൂടെ 7th ഗ്രേഡിൽ പഠിച്ച ക്യാം എന്ന് പറഞ്ഞൊരു പയ്യൻ അങ്ങോട്ട് വന്നിട്ട് അവനെ പരിചയപ്പെടുത്തുന്നു. അപ്പോഴത്തേക്കും ബെല്ലിക്കും അവനെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നു. അവൻ ചോദിക്കുന്നുണ്ട്, ഈ ഒരു കസിൻസിൽ നീ ആദ്യമായിട്ടാണ് വരുന്നതെന്നൊക്കെ. അപ്പൊ അവള് പറയുന്നു, എല്ലാ സമ്മറിലും ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഇവിടെ വരാറുണ്ട് എന്ന് പറയുന്നു. അവനോട് ഇവള് ചോദിക്കുന്നുണ്ട്, നീ ആദ്യമായിട്ടാണോ എന്നൊക്കെ. അപ്പൊ ഇവൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്നാണ് വരുന്നത്, ആക്ച്വലി എന്റെ അമ്മ ഇവിടുത്തെ കൺട്രി ക്ലബ്ബിൽ ഒരു മെമ്പറാണ്, സോ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ മിക്കുള്ളവരെയും എനിക്കറിയാം എന്നൊക്കെ ഇവൻ ഇവളോട് പറയുന്നു. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോൾ അവിടെ കോണറും വേറൊരു പയ്യനും ഒരു ബിയറിന്റെ പേരിൽ അടിയുണ്ടാക്കുന്നു. കോണറിനെ പിടിച്ചു മാറ്റാൻ വേണ്ടി ഇവള് പോകുന്ന സമയത്ത് മറ്റേ പയ്യന്റെ കയ്യിൽ നിന്ന് ഇവൾക്ക് അടി കിട്ടുന്നു. അവൻ അറിയാതാണ് ഇവളെ അടിച്ചത്. ആ ഒരു ടൈമിൽ അവിടെ കൂട്ടത്തിൽ ഉണ്ടാവുകയും അങ്ങോട്ടേക്ക് പോലീസുകാരും വരുന്നു. അപ്പോഴേക്കും അവിടെ വന്ന പിള്ളേർ സെറ്റ് എല്ലാവരും ഓടി അവരുടെ വണ്ടിയിൽ കയറി വീട്ടിലോട്ടേക്ക് പോകുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ജെറും കോണറും ബെല്ലിയും കൂടെ ഉണ്ട്. ക്യാമിന്റെ ഒരു ഹുഡി നമ്മുടെ ബെല്ലിയുടെ കയ്യിലുണ്ടായിരുന്നു, കാരണം ബീച്ച് ആയതുകൊണ്ട് തന്നെ അന്ന് രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം അവളുടെ അടുത്ത് ക്യാം പറയുന്നുണ്ട്, ഇനിയുള്ള ദിവസങ്ങളെല്ലാം ഒരു 6-6:30 ആകുമ്പോൾ തന്നെ ഒരു വെയിലിംഗ് ബോട്ടിന് പോകുന്നുണ്ട് ഒരു ഇന്റേൺ ആയിട്ട് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. നീ അപ്പം രാവിലെ വന്നാൽ നിനക്ക് ആ ഒരു ഹുഡി എൻ്റെ കയ്യിൽ തരാം, അതേസമയം തന്നെ എന്നെ കാണുകയും ചെയ്യാം എന്നൊക്കെ ക്യാം ഇവളോട് പറയുന്നു. ഇതിനു ശേഷം അവള് ക്യാമിനൊരു കിസ്സും കൊടുത്തിട്ട് ജെറിന്റെ കോണറിനെയും കൂടെ കയറി വീട്ടിലോട്ടേക്ക് പോകുന്നു. ആ ഒരു ടൈമിലായിരുന്നു സ്റ്റീവനെ എടുത്തില്ലല്ലോ എന്നൊക്കെ മനസ്സിലാക്കി ജെറ് കോണറിനെ നീ നോക്കിക്കോണം എന്ന് പറഞ്ഞ് സ്റ്റീവനെ തപ്പാൻ വേണ്ടി പോയത്. ആ ഒരു ടൈമിൽ അങ്ങോട്ടേക്ക് പോലീസ് ഓഫീസേഴ്സ് വരുന്നു. പോലീസ് ഓഫീസേഴ്സ് കോണർ കുടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. എന്നിട്ട് ഇത് ഫിഷറിന്റെ മോനാണ് എന്ന് മനസ്സിലാക്കി പോലീസ് ഓഫീസേഴ്സ് ഈ 4 പേരെയും അവരുടെ വീട്ടിൽ സുരക്ഷിതമായിട്ട് കൊണ്ടാക്കുന്നുണ്ട്. കാരണം ഫിഷർ ഫാമിലി അവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ലോറലും മനസ്സിലാക്കുന്നു. ലോറൽ 4 പേരെയും വഴക്ക് പറയുന്നുണ്ട്. ബെല്ലിയുടെ അടുത്ത് പറയാതെ എന്തിനാണ് നീ പുറത്തു പോയത്, സ്റ്റീവിന്റെ അടുത്ത് നിനക്ക് ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറാൻ എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ലോറൽ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ജെർമിയ ലോറലിന്റെ അടുത്ത് പറയുന്നുണ്ട്, സോറി ഇപ്രാവശ്യത്തേക്ക് ഞങ്ങളുടെ അടുത്ത് ക്ഷമിച്ചേക്ക് എന്നൊക്കെ ജെർമിയ ലോറലിനോട് പറയുന്നു. ലോറൽ പിന്നെ പറയുന്നു, അതിനൊത്തിരി സമയമൊക്കെ വൈകി, നിങ്ങൾ പോയി കിടക്ക് പിള്ളാരെ എന്ന് പറഞ്ഞ് ഇവരെ 4 പേരെയും പറഞ്ഞു വിടുന്നു. ആ ഒരു ടൈമിൽ കോണർ പതുക്കെ പോകുമ്പോൾ കോണറിന്റെ അടുത്ത് നമ്മുടെ ലോറൽ ചോദിക്കുന്നുണ്ട്, നിനക്ക് സത്യം പറഞ്ഞ എന്താണ് സംഭവിച്ചത്, പണ്ടത്തെ കോണറേ അല്ല
നീ ഇപ്പം, നീ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. എന്നിട്ട് എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ലോറൽ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇവൻ എന്താണ് സത്യം പറഞ്ഞാൽ പറ്റിയത് എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ലോറൽ അവിടെ ചിന്തിച്ച് നിൽക്കുന്നു. അങ്ങനെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ ബെല്ലി എണീക്കുന്നു. ബീച്ചിലോട്ട് പോകുന്ന സമയത്ത് അവിടെ കോണർ ഇങ്ങനെ കുത്തിയിരിപ്പുണ്ട്. കോണറിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്നു. ഇന്നലത്തെ നൈറ്റ് എന്തായാലും പൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നു. അവൻ പറയുന്നു, ഓഹ് ഇത്രയും വൃത്തിട്ടൊരു നൈറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഇവൻ അവളോട് പറയുന്നുണ്ട്. നീ ഇന്നലെ ആകെ കുടിച്ച് ബഹളം ഉണ്ടാക്കി എന്ന് ഇവളും അവനോട് പറയുന്നു. അവൻ പറയുന്നു, ഞാൻ ഒന്നും മറന്നിട്ടില്ല, കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ടാകും എന്നൊക്കെ കോണർ ബെല്ലിയോട് പറയുന്നുണ്ട്. പിന്നീട് അവനൊരു പഫ് എടുത്ത് വലിക്കാൻ പോകുന്ന സമയത്ത് എനിക്കും കൂടെ വലിക്കാൻ താ എന്നൊക്കെ ബെല്ലി അവനോട് പറയുന്നു. അവൻ പറയുന്നു, എന്നിട്ട് വേണം ലോറൽ എന്നെ കൊല്ലാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇവള് പറയുന്നു, എനിക്ക് വലിക്കാൻ പറ്റത്തില്ലെങ്കിൽ നീയും വലിക്കരുത് എന്ന് പറയുന്നു. നീ പണ്ടത്തെ ബെല്ലി തന്നെ, ഒരു മാറ്റവും നിനക്ക് സംഭവിച്ചിട്ടില്ല എന്ന് കോണർ ഇവളോട് പറയുന്നുണ്ട്. മാറ്റങ്ങളെല്ലാം നിനക്കല്ലേ ഇപ്പോൾ സംഭവിച്ചത് എന്ന് ബെല്ലി തിരിച്ച് അവനോട് പറയുന്നുണ്ട്. എന്നിട്ട് ബെല്ലി തിരിച്ചെണ്ണീറ്റ് ക്യാമിനെ കാണാൻ വേണ്ടി ഓടുന്നു. എങ്ങോട്ട് പോവാന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, ഒരു സ്ഥലം വരെ പോവുക, പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവളും അങ്ങോട്ടേക്ക് ഓടി പോകുന്നു. ഈ ഒരു സീൻ കാണിച്ച് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.